ഞാൻ ചോദിക്കട്ടെ, ഇപ്പൊ ഈ കത്തോലിക്ക കോൺഗ്രസ് ഹർജി കൊടുത്തിരുന്നല്ലോ. അതായത് ഈ പറഞ്ഞ താമരശ്ശേരി ബിഷപ്പിനെ അവഹേളിക്കുന്നുള്ള കാര്യം ശരിക്കും നമ്മുടെ മൂവിയിൽ അങ്ങനെ ഒരു ബിഷപ്പിനെ അവഹേളിക്കുന്നതായിട്ടുണ്ടോ? ഒരിക്കലുമില്ല. അത് ബഹുമാനപ്പെട്ട ഹൈക്കോടതി കണ്ട് വിലയിരുത്തിയ ആളുള്ളൂ. ഇതിൽ ഒരു ബിഷപ്പ് പറഞ്ഞ ക്യാരക്ടറുണ്ട്. താമരശ്ശേരി ബിഷപ്പിൻ്റെ അവർ കത്തോലിക്ക, അതായത് കല്യാണം കഴിക്കാൻ പറ്റാത്ത വിഭാഗത്തിലെ ഒരു ബിഷപ്പ് കത്തോലിക്ക ഉള്ളത്. ഞങ്ങളിൽ അതല്ല, യാക്കോബേറ്റാണ്. കല്യാണം കഴിക്കാൻ പറ്റുന്ന അതിലത്തെ ഒരു അച്ഛൻ്റെ മുകളിലൊരു ലവ് ആണ് സിനിമ ഉടനെല്ലാം പറയുന്നത്. അതുപോലും ഏറ്റെടുക്കാൻ തയ്യാറായി നിൽക്കുക ഞങ്ങൾ തന്നെ. അപ്പോൾ അങ്ങനത്തെ വിഭാഗമല്ല. അതിലൊരു ചെറിയൊരു മിസ്അണ്ടർസ്റ്റാൻഡിങ് ഉണ്ടായിരുന്നത് വെച്ചാൽ താമരശ്ശേരി ബിഷപ്പ് ഹൗസ് കാണിക്കുന്നു എന്നുള്ള അതുപോലത്തെ ഒരു ബിൽഡിംഗ് ഉണ്ടായിരുന്നു. അത് മാറ്റിയോ? അത് കോടതിയുടെ ഉത്തരവ് പ്രകാരമൊന്നുമല്ല, അല്ലാതെ തന്നെ ഞാൻ മാറ്റിയത്. ഒരു പ്രശ്നം വേണ്ട എന്നുള്ള രീതിയിൽ അല്ല. ഒരുപാട് ഭംഗിയുള്ള ഈ ലോകത്താണല്ലോ നമ്മൾ ജീവിക്കുന്നത്. ഭയങ്കര വിശാലമായിട്ടുള്ള ഒരു ബിൽഡിങ്ങോ അല്ലെങ്കിൽ ഒരു ഏരിയയോ അല്ലെങ്കിൽ ഒരു ഇത് മാത്രമല്ലല്ലോ. അത് പ്രൈവറ്റ് പ്രോപ്പർട്ടി ആയതുകൊണ്ട് നമുക്ക് ഇഷ്ടംമാതിരി പ്രൈവറ്റ് പ്രോപ്പർട്ടികൾ വേറെയും കിട്ടണമല്ലേ. നമ്മൾ ആരെയും അവഹേളിക്കാനോ അല്ലെ താമരശ്ശേരി ബിഷപ്പ് എന്നതിൽ മെൻഷൻ ചെയ്യുന്ന ഒന്നുമില്ല. എവിടെ പോകുന്നത് ഇവർ മറ്റേ വലയിട്ട് പിടിച്ചിട്ട് ഞങ്ങളാന്ന് പറഞ്ഞ് മുന്നോട്ട് വരുന്നു. അപ്പോൾ ഈ ശരിക്കും പറഞ്ഞാൽ ഈ ഇങ്ങനെ ഓരോരുത്തർ ഓരോ ഇഷ്യൂസ് ആയിട്ട് ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുന്നത് ഈ സിനിമ ഒരിക്കലും പുറത്തിറങ്ങരുത്, എത്തരുതെന്നുള്ള ഒരു അജണ്ടയോട് കൂടിയാണ്. അല്ല, ഇവരുടെയൊക്കെ ആവശ്യം ഈ സിനിമ പുറം കാണിക്കരുത്. അതിൻ്റെ ഏറ്റവും വലിയൊരു സംഭവം എന്ന് വെച്ചാൽ ഇപ്പം ഈ നടന്നുകൊണ്ടിരിക്കുന്ന എല്ലാ പ്രശ്നങ്ങൾക്കും മുന്നിൽ മതമാണ്. അപ്പം നമ്മളെ സിനിമ കണ്ടുകൊണ്ട് ലോകം മാറ്റിമറിക്കാമെന്നോ ഒരു സമൂഹത്തിനെ മാറ്റിമറിക്കാമെന്ന് ഞങ്ങൾക്കൊരു ഉദ്ദേശമില്ല. ഒന്ന് ക്രിയേറ്റിവിറ്റി ആയിട്ടൊരു സംഭവം എടുക്കുമ്പോൾ നമ്മളെ മനസ്സിനൊരു സംതൃപ്തി കിട്ടണം. പിന്നെ അത് കണ്ടൊരു 10 പേര് ഒരു വെള്ളിയാഴ്ച ഫസ്റ്റ് ഷോക്ക് തീരുമാനിക്കുക അത് ഹിറ്റാണോ ഹിറ്റല്ലേ. നമ്മൾ എന്ത് പറയാൻ ഉദ്ദേശിച്ചാലും ചിലപ്പോൾ 12 പേര് കണ്ടിട്ട് അവസാനിക്കും. അതാണ് സിനിമ. ചിലപ്പോഴാണ് അത് കൂടുതൽ ആളുകൾ കണ്ടിട്ട് ബോധവാന്മാരാവുള്ളൂ. ഒരു സിനിമ കണ്ടിട്ട് ഒരാൾ ഭയങ്കരമായിട്ട് ബോധവാന്മാരായി ആ രീതിയിൽ ജീവിച്ചെന്നൊന്നും ഒരിക്കലും പറയാൻ പറ്റില്ല. അങ്ങനെ എന്തോരം സിനിമകൾ ഇവിടെ ഉണ്ട്. ക്രൈം ചെയ്യുന്നതുണ്ട്. ഒരു കാലഘട്ടങ്ങളിൽ ക്രൈം സീരീസ് സിനിമകൾ മാത്രം വിജയിച്ചിരുന്നു. അത് കഴിഞ്ഞെങ്കിൽ ലവ് ട്രാക്ക് മാത്രമായി, പിന്നെ ഡ്രാമാറ്റിക്കായി. അപ്പോൾ ഇതെല്ലാം ഓരോ കാലഘട്ടങ്ങളിലും ഓരോ സിനിമ ജനങ്ങൾ സ്വീകരിക്കും. അവരുടെ ആസ്വാദന രീതിക്കനുസരിച്ചിട്ട് അവർ വിരസത വരുമ്പോൾ ആ ഒരു ടോപ്പിക്ക് അവർ മാറ്റും. അല്ലാതെ ഒരു സിനിമ കണ്ടുകൊണ്ട് ആരും ഇവിടെ മോശക്കാരനാവണം നല്ലവനാവണം എനിക്ക് പറയാം. പക്ഷെ നമ്മൾ സിനിമ പറയപ്പെടുന്നത് നിങ്ങൾ ആരെ വേണമെങ്കിലും സ്നേഹിച്ചു, ആ സ്നേഹം കൊണ്ട് അവരുടെ മാതാപിതാക്കളെയോ അവരുടെ സമൂഹത്തിനെയോ ഒന്നും ഒറ്റപ്പെടുത്താതെ അതേ മതത്തിൽ നിന്നുകൊണ്ട് പ്രണയിക്കൂ, അതേ മതത്തിൽ നിന്നുകൊണ്ട് ജീവിക്കൂ. ഒരു വീട്ടിൽ 2 മതമായ എന്താ പ്രശ്നം? അത്രയും വർഗീയത കുറഞ്ഞു കിട്ടും. ഒരാൾ ഹിന്ദു സ്നേഹിച്ച് കല്യാണം കഴിക്കുന്നവര് മതം മാറരുത് എന്നുള്ളൊരു സംഭവമാണ് മുന്നോട്ട് കൊണ്ടുവരുന്നത്. അതായത് നമ്മൾ ജനിക്കുന്ന ഒരു പ്രത്യേക ഒരു ഇപ്പോൾ അവർ DNA മാറ്റാൻ പറ്റുമോ? ഇല്ല. പിന്നെന്തിനാ മതം മാറ്റണേ? അതിൽ വിശ്വാസം ഉണ്ടെങ്കിൽ, വിശ്വാസം നമുക്ക് വേറെ മതത്തിനോടാണെങ്കിൽ അതിനിപ്പോൾ കല്യാണം വേണ്ടല്ലോ. അപ്പോൾ നമ്മൾ പാതി വഴി പോകുമ്പോൾ നമുക്ക് ഇടത്തോട് എടുക്കണോ വലത്തോട് എടുക്കണോ എന്ന് നമുക്ക് തീരുമാനിക്കാം. നമ്മളതിൻ്റെ എളുപ്പ വഴി കൂടെ എടുക്കും. അതുപോലെ മതത്തിനെ ആകർഷിച്ചിട്ടോ, മതം ആകർഷിച്ചിട്ട് ആർക്കും വേണമെങ്കിൽ മതം മാറാം. അതിനുള്ള സ്വാതന്ത്ര്യം ഇന്ത്യൻ ഭരണഘടന കൊടുക്കുന്നുണ്ട്. ഞങ്ങൾ പറയുന്നത് എന്താ വെച്ചാൽ കല്യാണം കഴിക്കാൻ വേണ്ടിയിട്ട് സ്നേഹിക്കപ്പെടാൻ വേണ്ടിയിട്ട് സ്നേഹത്തിൻ്റെ പരിപൂർണതയിൽ എത്താൻ വേണ്ടിയിട്ട് നമ്മൾ പഴയ മതമോ അല്ലെങ്കിൽ നിർബന്ധപൂർവ്വം മതമാറ്റമോ ആവശ്യമില്ല, ചെയ്യരുത് എന്നാണ് നമ്മൾ പറയുന്നത്. ഞാൻ ചോദിക്കട്ടെ, ഇപ്പോൾ ഈ മതം മാറാൻ ഇപ്പോൾ തട്ടത്തിൻ മറയത്ത് അതിനകത്ത് ഒരു ഹിന്ദു മുസ്ലിം പെൺകുട്ടിയുടെ പ്രണയമാണ് കാണിക്കുന്നത്. അതിനകത്ത് അവസാനം ആ തട്ടം വീണ്ടും കൊടുപ്പിക്കുക നമ്മൾ കാണുന്നത്. അതുപോലെ ഒരുപാട് നമ്മൾ സിനിമകൾ കണ്ടിട്ടുണ്ട് ഇതേപോലെ 2 മതമുള്ള ആളുകൾ സ്നേഹിക്കുന്നതും കല്യാണം കഴിക്കുന്നതും ജീവിക്കുന്നതും. അവിടെ ഒന്നും ഇല്ലാത്ത പ്രശ്നം എന്തുകൊണ്ടാണ് ഹാലിൽ വന്നത്? അല്ല, അത് പിന്നെ ഇത് പുറത്തേക്ക് ഇറക്കിപ്പോൾ വിടുന്നൊരു മെസ്സേജ് ഉണ്ട്. ആ മെസ്സേജ് അന്നുണ്ടായിരുന്ന കാലഘട്ടമല്ല ഇന്ന്. അന്നത്തെ കാലഘട്ടത്തിൽ ഒരു സിനിമ എടുക്കാൻ പറ്റില്ല. ഓരോ ദിവസം നമ്മളെ നാട്ടിൽ ആകെ വികസിച്ച് അല്ലെങ്കിൽ വളർന്നുകൊണ്ടിരിക്കുന്ന സംഭവം എന്ന് പറഞ്ഞാൽ വർഗീയത മാത്രമാണ്. നമ്മൾ അന്ന് കണ്ടിരുന്ന ഒരുപാട് കാര്യങ്ങൾ ഇന്ന് കാണാൻ കഴിയില്ല. അന്ന് ജീവിച്ച ചുറ്റുപാടല്ല. എന്തിനു പറയുന്നത്, ഞാൻ ഇപ്പോൾ അടുത്ത ദിവസം ഞാൻ ഒരു മതത്തിൽ അമിതമായി വിശ്വസിക്കാത്തോ അല്ലെങ്കിൽ ജനിച്ച മതത്തിനെ കുറ്റം പറയാത്ത ആളാണ്. എന്നാൽ ഞാൻ ഭയങ്കരമായിട്ട് മതവിശ്വാസിയല്ല. അല്ല, സത്യം പറഞ്ഞാൽ മതപരമായിട്ടുള്ള കാര്യങ്ങളൊക്കെ വളരെ കുറവാണ്. ഞാൻ കഴിഞ്ഞ ദിവസം നമ്മളൊരു സുഹൃത്തിന്, ഇത് ഇവിടെ പറയേണ്ട ടോപ്പിക്കല്ല, ഒരു വീട് നോക്കാൻ വേണ്ടിയിട്ട്
ഞാൻ കൊച്ചിയിലെ ഒരു ബ്രോക്കറെ വിളിക്കാണ്ടായി. കിട്ടില്ല, മുസ്ലിം ആയതുകൊണ്ട് വീട് കൊടുത്തില്ല. അവൻ്റെ അവസാന ഘട്ടത്തിൽ കൊടുത്തില്ല. അത് ഒരു 5 വർഷം മുന്നേ നിങ്ങൾ കേട്ടിട്ടുണ്ടോ? ഇല്ല. അതിൻ്റെ അർത്ഥം ഇവിടെ വർഗീയത വളർന്നുകൊണ്ടിരിക്കുന്നു, വർഗീയത വളർത്തിക്കൊണ്ടിരിക്കുന്നു. അതാണ് അതിൻ്റെ പ്രധാന പ്രശ്നം. ഈ കത്തോലിക്ക കോൺഗ്രസ് തന്നെ കക്ഷി ചേർന്ന അഫിഡവിറ്റിൽ പറയുന്ന എന്താ, ഞങ്ങളുടെ മതത്തിൽപ്പെട്ട പെൺകുട്ടിയെ വേറൊരു മതത്തിൽപ്പെട്ട പയ്യൻ ബാക്കിലെടുത്ത് കൊണ്ടുപോയി. യഥാർത്ഥത്തിലോട്ട് ഇവർ കടന്നു ചെല്ലട്ടെ. ഈ കൊച്ചിയിലോ അല്ലെങ്കിൽ ഏത് മെട്രോപൊളിറ്റൻ നഗരങ്ങളിലോ എന്താണ് ഇന്ന് സമൂഹത്തിൽ ബൈക്കിൽ കെട്ടിക്കൊണ്ടുള്ളതാണല്ലോ ഏറ്റവും വലിയ പ്രശ്നം. ഒരിക്കലുമല്ല. അതിനപ്പുറത്തുള്ള പല മതക്കാരും നടക്കുന്നില്ലേ? അല്ല, ഒരു ഫ്രണ്ട്ഷിപ്പിലോ അല്ലെങ്കിൽ സ്നേഹിക്കുമ്പോഴോ മതം നോക്കുന്നുണ്ടോ എനിക്കറിയില്ല. അത് ഇപ്പോഴത്തെ വളർന്നു വരുന്ന തലമുറ ഇല്ല. ഇതിന്റെ ബാക്കിൽ ഇന്നും നിയന്ത്രിക്കുന്നത് 60, 70, 80, 90 വയസ്സുള്ളവരല്ലേ. ഇവരുടെയൊക്കെ നേതാക്കന്മാരെന്ന് പറഞ്ഞാൽ ആരാ? അവർ 2K കിഡ്സ് ഒന്നല്ല, അവർ 50 കിഡ്സാ. അതായത് അവർ 80, 90 വയസ്സായവർ. അവർക്ക് അവരുടെ കാലഘട്ടം കഴിഞ്ഞു, എല്ലാ കാലഘട്ടം കഴിഞ്ഞു. അപ്പോൾ ഇപ്പോഴത്തെ ഈ തലമുറ എങ്ങനെയെങ്കിലും ഒന്ന് തിരിച്ചു പിടിച്ചാലേ വർഗീയത നിലനിൽക്കുള്ളൂ. ഞാൻ പലപ്പോഴും ചോദിച്ചു, മതം പറയാനോ മതത്തിന് വേണ്ടി തല്ലുകൂടാനോ? ഇത് ചെറുപ്പക്കാർ കുറവാ, കോളേജ് പിള്ളേർ കുറവാ, എല്ലാം കുറച്ച് ഏജ്ഡായിട്ടുള്ളവർ മാത്രമേ ഇതിൻ്റെ ബാക്കിൽ തൂങ്ങി നിൽക്കുന്നുള്ളൂ. ഈ ഒരു തലമുറയുടെ ഇടയിലോട്ടും വീണ്ടും ഈ മതം അല്ലെങ്കിൽ ഇത്രയും ഇങ്ങനെ ഒരു മതത്തിനെ കുറിച്ച് ടോക്സിക് ആയിട്ടുള്ള കാര്യങ്ങൾ ഇൻജെക്ട് ചെയ്യുന്നുണ്ടല്ലോ. ഇത് എവിടെ നിന്നായിരിക്കും? ഇതിൻ്റെ ഒരു ഉറവിടം എവിടെ നിന്നായിരിക്കും? അത് ഒരു അധികാര സ്ഥാനങ്ങൾ ഇതിന് ഞങ്ങൾ തന്നെ തരിച്ചുപോയി. ഞങ്ങൾ ചെറിയൊരു ബാക്കിലൂടെ ഇതിൽ സഞ്ചരിച്ചു. ഇത് എവിടെ നിന്ന് എങ്ങോട്ട് പോയി ലീഗലായിട്ട് പറയാൻ പറ്റില്ലെങ്കിൽ ഇല്ലീഗലായിട്ട് ഞങ്ങൾ ഫുൾ കുറച്ച് കോൾ ഡീറ്റെയിൽ അങ്ങനെ പിന്നെ ബാക്കിലൊക്കെ ചെക്ക് ചെയ്ത് നമ്മൾ പോലും ചിന്തിക്കാത്ത ആൾക്കാർ പോലും ഇതിൻ്റെ ബാക്കിലുണ്ട്. മനസ്സിലായി. നമ്മുടെ മുന്നിൽ മേ ബി നല്ല വെള്ളപൂശി നിൽക്കുന്ന ആളുകൾ. പിന്നെ അത് മതം, ചിലർക്ക് മതം ഭയങ്കര ഭാരമാണ്. അവർ വളരെ ചിരിച്ച് കളിച്ചൊക്കെ നിന്ന് ഒരു CCTV ക്യാമറ പോലെ അതെല്ലാം ഒപ്പിയെടുക്കും. രാത്രി കാലങ്ങളിൽ ഇതിനെ കുറിച്ചിട്ട് ഒരു വിശകലനം നടത്തും. എന്നിട്ട് അവരുടെ മൈൻഡിലൂടെ കാണുന്നതെല്ലാം മതവെറിയിലോട്ട് തിരിക്കും. എന്നിട്ട് ഇപ്പുറത്തുള്ള വർഗീയവാദികൾക്ക് ഒറ്റുകൊടുക്കും. ഇങ്ങനൊരു സംഭവം വരേണ്ട, ഇതേപോലെ ഒന്ന് വരേണ്ട, അതിനെ എതിർക്കണം, ഇതേപോലെ അങ്ങനെ അവർ എല്ലാം പറയുന്നത് ഒരു ഞങ്ങൾക്ക് വ്യക്തമായ സോഴ്സിൽ നിന്ന് വിവരം കിട്ടി. അതെ. ഈ ഒരു സിനിമയുടെ ഡയറക്ടർ ആണെങ്കിലും പ്രൊഡ്യൂസർ ആണെങ്കിലും റൈറ്റർ ആണെങ്കിലും ഈവൻ ഷെയ്ൻ നിഗോ ആണെങ്കിലും നിങ്ങളുടെയൊക്കെ പേരുകൾ കൂടി ഒരു പ്രോബ്ലം ആയിട്ട് പലർക്കും തോന്നാറുണ്ട്. ഒരിക്കലുമില്ല. ഇതിൽ പ്രൊഡ്യൂസറിൽ പ്രധാന ആളെന്ന് പറഞ്ഞാൽ കാശുമുടക്കിൽ ജൂബി തോമസാണ്. ഒരു ക്രിസ്ത്യ സമൂഹത്തിലുള്ള ഒരാളാണ്. പിന്നെ ഇതിൽ ഞാൻ മുഹമ്മദ് റഫീഖ് വീരാന്ന് പറഞ്ഞു. അങ്ങനെ നെയിമായിട്ടൊന്നും വന്നതല്ല, യാദർശികമായിട്ട്. സിനിമക്ക് അങ്ങനെ നമ്മൾ കുലുക്കിയെടുക്കുന്ന പോലെയാണ്. ആരൊക്കെ വീഴുന്നുള്ളത് അപ്പോഴേ അറിയുള്ളൂ.